Hi friends, welcome back to my channel. In this video, we will share marble cake and vanilla cake recipe. This idli തട്ടിലാണ് ഈ ഒരു കേക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇനി ഓവന്റെയോ ഒന്നും ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേയായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ രണ്ട് കേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഒരുമിച്ചാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസും ബാറ്ററും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനായിട്ട് ഒരു അരിപ്പയിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ഉപ്പ് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂട്ടി ഇട്ടിട്ട് 2-3 പ്രാവശ്യം ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് 2-3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയെടുക്കാം 4 മുട്ട വെച്ചിട്ടുള്ള ബാറ്ററാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം എഗ് വൈറ്റിലേക്ക് 1 ടീസ്പൂൺ വനില്ലാessence ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ആദ്യം ലോ സ്പീഡിൽ ഇട്ടിട്ട് പിന്നെ സ്പീഡ് കൂട്ടി കൊടുക്കാം ഇപ്പോൾ നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ബൗളും വിസ്കും ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് ഇരുന്നാൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു ബാറ്റർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നല്ല ക്രീമി ആയി വന്നാൽ അതിലേക്ക് നമുക്ക് മുട്ടയുടെ മഞ്ഞ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു ടൈമിൽ എപ്പോഴും മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം നല്ലോണം തണുപ്പ് പോയതിന് ശേഷം മാത്രം ബീറ്റ് ചെയ്യാനായിട്ട് എടുക്കുക അല്ലെങ്കിൽ പെട്ടെന്നൊന്നും ക്രീമി ആയിട്ട് കിട്ടില്ല ഇപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഈ ഒരു ബാറ്ററുമായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു വിസ്കിൻ്റെ ആവശ്യമില്ല ഇനി നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ടാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ ബാറ്റർ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ സാവധാനം മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പൊന്തി വന്ന ബാറ്റർ താണു പോകും അപ്പോൾ നമ്മൾ കേക്ക് ചെയ്തെടുക്കുന്ന ടൈമിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല 2-3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല തിക്കായി പോയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാലൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇഡ്ഡലി തട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക പൊങ്ങി വരുന്ന ടൈമിൽ അപ്പോൾ പുറത്തേക്കൊക്കെ ആയിപ്പോകും അപ്പോൾ ബ്രഷ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഗീയോ ഒക്കെ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ബട്ടറാണ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ക്രിസ്പി ആയി പോകും അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സ്പ്രിങ്കിൾസോ ചോക്കോ ചിപ്സോ ഒക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചോക്കോ ചിപ്സും സ്പ്രിങ്കിൾസും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇവിടെ ഒരു തട്ടിലും പിന്നെ ഇഡലിയൊക്കെ വേവിച്ചെടുക്കുന്ന ആ ഒരു തട്ടിലും കൂടിയായിട്ടാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡലിയൊക്കെ നമ്മൾ വേവിച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ സാധാ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് മാർബിൾ കേക്കിലേക്ക് വേണ്ട ബാറ്റർ ചെയ്തെടുക്കാം ബാക്കി ഉണ്ടായിരുന്ന ബാറ്ററിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ കൊക്കോ പൗഡറും പിന്നെ 1 ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം പാൽ ഓപ്ഷണലാണ് അഥവാ ബാറ്റർ തിക്കായി പോയാൽ മാത്രം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ വാനില കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് തണിഞ്ഞു വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ കേക്ക് നന്നായിട്ട് തണിഞ്ഞു വന്നാൽ നമുക്കതിൽ നിന്ന് മാറ്റി വെക്കാം എന്നിട്ട് ആ സെയിം തട്ടിൽ തന്നെ വീണ്ടും ഒന്ന് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മാർബിൾ കേക്ക് ചെയ്തെടുക്കാം ആദ്യം 1 സ്പൂണ് വാനില കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം
അതിന് മുകളിലായിട്ട് നമ്മുടെ ചോക്ലേറ്റ് ബാറ്റർ ഒരു സ്പൂണ് അതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞാൽ അതിന് മുകളിലായിട്ട് വീണ്ടും നമുക്ക് വാനില കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യുന്ന ടൈമിൽ മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ കേക്ക് കൂടുതലായിട്ട് പൊങ്ങി വരുന്ന ടൈമിൽ പുറത്തേക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് ചോക്ലേറ്റ് ക്രീമിൻ്റെ ബാറ്റർ കൂടി ഒഴിച്ചിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്ലവറിൻ്റെ മോഡലിലാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ വാനില കേക്ക് ബേക്ക് ചെയ്തെടുത്തതുപോലെ തന്നെ ഒരു 15 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ 2 കേക്കും ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ കുട്ടികളൊക്കെ കപ്പ് കേക്കൊക്കെ വേണമെന്നൊക്കെ വാശി പിടിച്ചിരിക്കുന്ന ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിൾ കേക്ക് റെസിപ്പിയാണ്. ഈ ഒരു കേക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കേക്ക് ടിന്നിൻ്റെയോ ഓവൻ്റെയോ ഒന്നും ആവശ്യമില്ല. വീട്ടിലുള്ള എപ്പോഴുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു കേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കേക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായാലും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.